അത്രേ ഇതിനർത്ഥമുള്ളൂ. അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ. വലാ തൻഹറുഹുമാ, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതേ. ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സോഫ്റ്റായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത്. നോക്കണം, ഒതുടുക്കൽ എങ്ങനെയാന്ന് ഖുർആൻ വിശദീകരിച്ചോ എന്ന് ചോദിച്ചാൽ വിശദീകരിച്ചിട്ടില്ല. നിസ്കാരം എങ്ങനെയാ ഖുർആൻ വിശദീകരിച്ചോ? അത് ഹദീസ് പറഞ്ഞുതരും വ്യക്തമായിട്ട്. സക്കാത്ത് കൊടുക്കണമെന്നേ പറയൂ, അത് എത്രയാ കൊടുക്കേണ്ടത് അത് ഹദീസിൽ തങ്ങളെ പറഞ്ഞുതരാ സുള്ളത്. ഹജ്ജ് ചെയ്യണമെന്നേ പറയുള്ളൂ, ഹജ്ജിന്റെ ഫർളുകൾ എങ്ങനെയാണ്, അതിന്റെ രീതി ഏതാ, അത് തങ്ങളെ പറഞ്ഞുതരാ സുല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് എത്ര ആയത്തുകളിലാ ഖുർആൻ ചർച്ച ചെയ്തത്. ये फैज़ान नज़र था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. सय्यदना इस्माइल इब्न इब्राहिम अलैहिस्सलाम, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ ഹാജർ ബീവിക്ക് ജനിച്ച മോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഒരു പിതാവായ എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഒരു നേരം ഓർക്കണേ മോനെ, നിന്നെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതായി കാണുന്നു മോനെ. അള്ളാഹു ഇത് ചെയ്യാൻ പറയോ? ഒരു മനുഷ്യനെ അറുക്കണമെന്ന് അള്ളാഹു പറയോ? പറയില്ല. പക്ഷേ എന്നോട് അങ്ങനെയാണ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് മോനെ, നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ നാവിൽ നിന്ന് വന്ന മറുപടി ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. പിതാവിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഉപ്പാ, ആ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളൂ, മകനായ ഞാൻ അതിന് തയ്യാറാണ്, എന്നിൽ നിന്ന് അങ്ങേക്ക് ഉപദ്രവമുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം. എന്താണ് ആ ബന്ധം? പിതാവിൻ്റെയും മോൻ്റെയും ബന്ധം എന്താണ്? നിന്നെ അറുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആയിക്കോട്ടപ്പാ, ഞാനത് നിന്നു തരാം എന്ന് പറഞ്ഞ മോനാണത് ഇസ്മായിൽ അലൈഹിസ്സലാം. എവിടുന്നാണാവോ ഇസ്മായിൽ നബിക്ക് ഇങ്ങനെ ഒരു അനുസരണ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് കവി. ഇത് ദിവ്യ കടാക്ഷത്തിന്റെ ഫലമായിരുന്നോ? പടച്ചതമ്പുരാന്റെ ഒരു തിരുനോട്ടമായിരുന്നുവോ? കാരണം ഇസ്മായിൽ കോ ആദാബ് ഫർസന്ദി, ആരാണ് ഇസ്മായിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു വാപ്പയോട് മകൻ എങ്ങനെ പെരുമാറണമെന്ന് ആരാണാവോ പഠിപ്പിച്ചത്? ഇത് ദിവ്യ കടാക്ഷമായിരുന്നുവോ? അല്ല ഇസ്മായിൽ നബി പോയി പഠിച്ച മദ്രസയുടെ മേന്മയാണോ? മക്തബിക്ക് കറാമത്ത്. മക്തബ് എന്ന് പറഞ്ഞാൽ മദ്രസക്കാണ് മക്തബ് എന്ന് പറയാം. കേരളം വിട്ടാൽ പിന്നെ നമ്മുടെ മദ്രസക്കൊക്കെ മക്തബ് എന്നാ പറയാം. അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ അറബി കോളേജിനാണ് മദ്രസ എന്ന് പറയാം. കേരളം വിട്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മക്തബ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. ഉമ്മയുടെ കൂടെ നിസ്കാരപ്പടവുമായി നടന്നിരുന്ന മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങളുടെ മോൻ മുഹമ്മദ് ബിൻ ത്വൽഹ എന്ന താബിഈ എപ്പോഴും ഉമ്മയുടെ കൂടെ ഉമ്മയുടെ നിസ്കാരപ്പായ കയ്യിൽ പിടിച്ചാണ് യാത്രയിലുടനീളം. ഉമ്മാക്ക് നിസ്കരിക്കാൻ
സൗകര്യം ചെയ്തു കൊടുത്താൽ മഹാനവറുകൾ പള്ളിയുടെ അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കും. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതും തൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ്. സുജൂദിൽ ധാരാളം കടന്നിരുന്ന മോനാണത്. തൻ്റെ പിതാവായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനാണ്. അതുകൊണ്ട് മുഹമ്മദ് സജ്ജാദ്, സുജൂദ് ഏറെ ചെയ്തിരുന്ന മുഹമ്മദ് എന്ന പേരിലാണ് മുഹമ്മദ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങൾ അറിയപ്പെടുന്നത്. എത്രമേൽ നന്മ ചെയ്ത ഒരു പിതാവ്, ഒരു മകൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരുണ്ട്. മാതൃകാ ഉപ്പയും മകനും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്തൊരു വലിയ മാതൃകയാണ് അത്. അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ. സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ മകൻ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ. അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ പിതാവ് അബ്ബാസ് തങ്ങള്. വാപ്പയാണ് അബ്ബാസ് എന്നവര്, മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. സ്വഹാബികളിലെ മാതൃകാ പിതാക്കന്മാരും മാതൃകാ മക്കളുമാണവർ. അമ്പിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അങ്ങനെ. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ദുർരിയതം ബഅദുഹാ മിൻ ബഅദ്. എല്ലാം മനോഹരമായ മാതൃക കാണിച്ചു പോയ മഹാപുരുഷന്മാർ. അങ്ങനെ എവിടെ കിട്ടാനാണ്? മക്കൾക്ക് നല്ലൊരു വാപ്പയെ കാണാനുണ്ടോ? നല്ല മാതൃകകൾ ഇന്ന് ലോകത്ത് കാണാനുണ്ടോ? ഈ ടിക്ടോക്കിലും നമ്മുടെ യൂട്യൂബിലും ഷോർട്ടുകളിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എന്തൊക്കെ കോപ്രായത്തരങ്ങൾ മനുഷ്യന്മാർ കാണിച്ചോളൂ. ഇതല്ലേ മക്കൾ കാണുന്നത്? മാതൃ ബന്ധങ്ങൾക്ക് അവിടെ വിലയുണ്ടോ? എന്തൊക്കെയോ ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വിടുന്നു, അതങ്ങനെ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാതൃകാ ഉമ്മമാർ, മാതൃകാ ഉപ്പമാർ, മാതൃകാ മക്കൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മനോഹരമായ സംസ്കാരമാണത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മഹാനെ കേട്ടിട്ടുണ്ടോ? ഉവൈസുൽ ഖർനിയെ സംബന്ധിച്ച് ഖൈറുത് താബിഈന ഉവൈസ്, താബിഈങ്ങളുടെ ആ ഒരു തലമുറയിലെ ഏറ്റവും ഖൈറായ മഹാനാണ് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. നിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹബീബിനെ വന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട്, തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താബിഈ എന്ന് പറയാം. ഖൈറുത് താബിഈൻ, താബിഈങ്ങളിലെ ഖൈറായ നേതാവാണ് ഉവൈസുൽ ഖർനി. എന്തുകൊണ്ടാണ് സ്ഥാനം കിട്ടാൻ കാരണം എന്നറിയോ? ദുആ ചെയ്താൽ ഉത്തരമായിരുന്നു. ദുആ ചെയ്താൽ ഉത്തരമാണ്. മുസ്തജാബു ദഅവയാണ്. യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദിൽ യമൻ മിൻ മുറാദിൻ മിൻ ഖർനിൻ. മുറാദ് ഖബീലയിൽ നിന്ന്, ഉപകബീലയിൽ നിന്ന്, ഖർൻ എന്ന് പറയുന്ന വലിയൊരു ട്രൈബിൽ നിന്ന്, യമനിന്റെ നിവേദക സംഘത്തോടുകൂടെ മദീനയിലേക്ക് കടന്നു വരാനിടയുണ്ട്. മുറാദിൽ നിന്ന്, ഖർനിൽ നിന്ന് മഹാനായ ഉവൈസ് ഇബ്നു ആമിർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നത്രേ. ഫബരിഅ മിൻഹു, അത് അല്ലാഹു ശിഫയാക്കി കൊടുത്തു. അല്ലാഹു അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ഓയിൽമെന്റ് തേച്ചാലും, എന്ത് മരുന്നെടുത്താലും മാറണമെന്നില്ല. അല്ലാഹുവിനോട് ഒരുപക്ഷെ മനമുരുകി ദുആ ചെയ്താൽ അതും ഒരു കാരണമാണ്. വരുന്ന പോലെ തന്നെ അല്ലാഹുവിനോടുള്ള ദുആ അതിലും വലിയൊരു കാരണമാണ്. ഫബരിഅ മിൻഹു, പുണ്യ നബിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന നബിതങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ തങ്ങൾ പറഞ്ഞു കാന ബിഹി ബറസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ. ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ശരീരത്തിൽ ബാക്കിയുണ്ട്. ബാക്കി എല്ലാ വെള്ളപ്പാണ്ടും മാറി സുഖമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മഹാന് വരും. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ. യമനിൽ കിടക്കുന്ന യമനിയായ, മക്കയിൽ നിന്നും
വീണ്ടും 1000ഓളം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു നാട്ടിൽ കിടക്കുന്ന മഹാനെ കുറിച്ച് വഹയിന്റെ വെളിച്ചത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിൽ പുന്നാര നബി തങ്ങൾ പറയുന്നു, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ദുആക്കുത്തരമുള്ള മഹാൻ തന്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാണ്. അവർക്ക് ഉമ്മയുണ്ട്. ഹുവ ബിഹാ ബർറുൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. അല്ലാഹുവേ, ഞാൻ നിന്നിൽ ആണയിട്ട് പറയുന്നു റബ്ബേ, ഇപ്പോൾ മഴ വേണം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും, മഴ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിൽക്കും, ഇന്നത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. ആര് പറയാ? പുണ്യ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനത്തെ ഒരു മഹാനുണ്ട്. ഫഇനിസ്തതഅത അൻ യസ്തഗ്ഫിർ ലക അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ. ഉമറേ, അദ്ദേഹത്തെ കാണാൻ ഇടയാകുമ്പോ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞേക്കണം അവരോട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഉമർ തങ്ങളോട് പറയാം, ഉമറേ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണേ എന്ന് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉമർ തങ്ങൾ പിന്നെ അവരെ കണ്ടുപിടിച്ചു, വിളിച്ചു വരുത്തി, മക്കയിൽ വെച്ച് കണ്ടു. സ്വഹാബികളും കൂടെയുള്ള ആളുകളൊക്കെ ആ മഹാനോട് ദ്വാരിപ്പിച്ചു, ദ്വാ ചെയ്യണേ എന്ന് പറഞ്ഞു. ആരായി പറയണത്? സ്വഹാബിമാർ. ആരോട്? അവരുടെ ഗ്രേഡിനേക്കാൾ താഴത്തെ ഗ്രേഡാണ് താബിഈ. പക്ഷേ ഉമ്മാക്ക് സേവനം ചെയ്തിട്ട് ദുആക്കുത്തരം വാങ്ങിയ മഹാനാണ്. അതുകൊണ്ട് പുണ്യനബി പറഞ്ഞു, ഖൈറുത് താബിഈന ഉവൈസ്. താബിഈങ്ങളിലെ ഏറ്റവും ഖൈറായ ആളാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ മാതൃകകളാണ് നമുക്ക് സ്വഹാബികളിൽ കാണുന്നത്, താബിഈങ്ങളിൽ കാണുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നടന്നു പോകുമ്പോ ഒരു ആട്ടിടയനായ ഒരു കാട്ടറബി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പ്രായമുള്ളൊരു മനുഷ്യൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് മക്കയിലാണ് കൂടുതൽ ജീവിച്ചത്. വലിയ പണ്ഡിതനാണ്. ആരുടെ മോനാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. നല്ല തലപ്പാവുണ്ട്, മനോഹരമായ തലപ്പാവുണ്ട്. മഹാന്റെ വാഹനം അന്നൊരു ഹിമാറായിരുന്നു, ഒരു കഴുതയായിരുന്നു. അക്രമക്കുമുല്ലാഹ്, ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. പല ഗ്രേഡ് വാഹനങ്ങൾ ഉണ്ടാവില്ലേ, മഹാന്റെ വാഹനം അതായിരുന്നു. മഹാനവറുകൾ ആ അറാബിയെ കണ്ടപ്പോൾ താഴെ ഇറങ്ങി തലപ്പാവ് കൊടുത്തു, ഈ കർഷകന്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ വാഹനം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ബൈക്കുമേ പോവാ, നിങ്ങളുടെ സ്കൂട്ടിമേ ഒരാളെ കാണുന്നു, നിങ്ങളുടെ കയ്യിൽ തലപ്പാവോ തൊപ്പിയോ കൊടുക്കുന്നു, ആ വണ്ടി നിങ്ങളെടുത്തോളൂ, നാളെ രജിസ്ട്രേഷൻ ചെയ്ത് തരട്ടോ എന്ന് പറയുന്നു. ഒരാളുടെ പേരിലാക്കി കൊടുക്കുക. ആർക്കായി ചെയ്തു കൊടുക്കുന്നത്? സ്വന്തം വാഹനം വഴിയിലൂടെ നടന്നു വന്ന ഒരു കാട്ടറബിയായ മനുഷ്യന് കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങളിപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് എന്താ പരിപാടി? നടന്നു പോകാനാണോ മക്കത്തേക്ക്? അതെ. ഇപ്പൊ തലയിൽ കേട്ടോ? അതൊന്നും വേണ്ട, ഞാൻ കൊടുത്തു. ആരാണിയാൾ? ഇപ്പൊ പറഞ്ഞു, കാനബൂഹു സ്വദീഖൻ ലിഉമർ. ആ മനുഷ്യന്റെ വാപ്പ, ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പയായ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. എന്റെ ഉപ്പയുടെ ചങ്ങാതിയുടെ മകനാണിത്. എന്തുകൊണ്ടാ ഇബ്നു ഉമർ ചെയ്തെന്നറിയോ? റളിയല്ലാഹു അൻഹു, വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചുപോയതിന് ശേഷം തന്റെ വാപ്പാക്കൊരു മകന് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങളിൽ വലിയ ഒരു ഗുണം തന്റെ വാപ്പയുടെ സൗഹൃദ ബന്ധങ്ങളെ സൂക്ഷിക്കലാണ്. വാപ്പയുടെ ചങ്ങാതിമാർ, അവരുടെ മക്കള് അവരോട് സ്നേഹം കാണിച്ചാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും? തന്റെ മരിച്ചുപോയ സ്വന്തം വാപ്പക്ക് ഗുണം കിട്ടുമെന്ന് ആര് പഠിപ്പിച്ചു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാകുന്ന ബന്ധം പോലെയല്ല. ആളെ വരെ ID വരെ അറിയാതെയാണെന്ന് സ്നേഹപ്രകടനം. ആന്ധ്രയിൽ നിന്ന് വിശാഖപട്ടണം ഒരു സാധു എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വന്ന് തിരിച്ചുപോയ കഥകൾ അറിഞ്ഞില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കാമുകി എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തതാ. കാണാൻ പുതിയായിട്ടുണ്ട്. അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. കണ്ണൂരിൽ എവിടെയോ ആള് എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് പിന്നെ കണ്ണൂർക്ക് കയറാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ആ പെണ്ണുമില്ല, അങ്ങനത്തെ ഒരാൾ തന്നെ ഇല്ല. അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ചെയ്തതാ. ഇപ്പോൾ സാധു വിചാരിച്ച് കാമുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി ഡ്രസ്സും പാക്കിലാക്കിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ചിട്ടില്ല?
ഇതൊക്കെ സൗഹൃദം. ആളെ കാണണ്ട, ആളറിയണ്ട, ഏതാ ഊര്, എന്താ സംസ്കാരം, ഒന്നുമില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവിടെ വീണു. അതിലും ഏറ്റവും വലിയ ബന്ധം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദങ്ങളിലും അയൽപ്പക്കങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചതുണ്ടായിരിക്കെ അവരോടുള്ള കടപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പുതുതലമുറ അറിയണം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്ന് മാത്രമല്ല, നാളെ പരലോകത്തേക്കുള്ള യാത്രയുടെ നമ്മുടെ പാഥേയമാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ രക്തബന്ധം, നമ്മുടെ റിലേറ്റീവ്സ്. അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ലോകം കണ്ട പ്രഗത്ഭനായ ആബിദ് തങ്ങളാണ്, മദീനക്കാരനാണ്. അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുക. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവരുടെ മകൻ അലിയാര്, ആ ഒരു അലി, അവരാണ് അലി സൈനുൽ ആബിദീൻ. മഹാനവറുകൾ മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. കസീറുൽ ബിർരി ബി ഉമ്മിഹി, തന്റെ ഉമ്മയോട് ഉപ്പയോട് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത, നന്മ ചെയ്ത, ഗുണം ചെയ്ത മോനാണ് സൈനുൽ ആബിദീൻ തങ്ങള്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഉമ്മയോട് വലിയ സ്നേഹാണല്ലോ, പക്ഷെ നിങ്ങളും ഉമ്മയും എന്താ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഉമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല, അതെന്തേന്ന് ചോദിച്ചു. എന്താ മഹാൻ പറഞ്ഞ ഉത്തരം എന്നറിയോ? ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രക്ക് ഉമ്മയെ ഇഷ്ടമാണെങ്കിലും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, എന്താ അതിന് കാരണം? മഹാൻ പറഞ്ഞു, ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഭക്ഷണത്തിലെ എന്തെങ്കിലും വിശേഷപ്പെട്ടത് എൻ്റെ ഉമ്മയുടെ കണ്ണ് അതിലുണ്ടായിരിക്കെ ഉമ്മ തിന്നുന്നതിന് മുമ്പ് ഞാനത് എടുത്തു തിന്നാൽ എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും വിഷമാവൂലേ, അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇരിക്കാത്തത് എന്ന് പറഞ്ഞ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യിദും തങ്ങളുമായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. ആലോചിച്ച് നോക്കണേ, ഉമ്മയെ കരയിപ്പിച്ചിട്ടും കോടതി വരാന്തയിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ബോധം കെട്ട് വീണാലും ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവാണ് എന്ന് പറയുന്ന മക്കളെ, നിങ്ങളറിയണം, ജീവിതം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങൾക്ക് അതീതമാകുമ്പോൾ അതിൻ്റെ സങ്കടവും അതിൻ്റെ പാപഭാരവും ഒരുപാട് കാലമെടുക്കും കഴുകിക്കളയാൻ. ചിലപ്പോൾ അത് കഴുകിക്കളയാൻ കഴിയണമെന്നില്ല. അവരെ വേദനിപ്പിക്കരുതേ എന്ന് പറയേണ്ടിടത്താണ് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതകൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഡ്രഗ് അടിച്ചിട്ട് ബോധമില്ലാണ്ട് താൻ ആരാണെന്നറിയില്ല, മുമ്പിലിരിക്കുന്ന ഉമ്മയാണോ പെങ്ങളാണോ എന്നറിയില്ല, കഠാരകൾ കുത്തിയിറക്കി മാതാപിതാക്കൾക്ക് നേരെ പോലും ചോരക്കളി കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭീതിതമായൊരു ലോകത്ത് നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ മൂല്യങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവരെ ഉമ്മ വിളിച്ചു അബ്ദുല്ലാഹ്. ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാളും ഒരൽപ്പം കൂടിയ ശബ്ദത്തിൽ അതിന് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവർ. കുറച്ച് ദൂരെയായിരുന്നു. ഉമ്മ വിളിച്ചതിനേക്കാളും ഉച്ചത്തിൽ മറുപടി കൊടുത്തപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ ഈ സംഭവം ഞാൻ പറയുമ്പോൾ അതിന് മാത്രമൊക്കെ ഇപ്പൊ എന്തേ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കും, അല്ലേ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്ന് പറയുന്ന ഫഖീഹായ പണ്ഡിതൻ ഒരു മുസ്ലിമച്ചായ ഒരു അടിമയെ വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടയച്ചു. ഒരു വാഹനം വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവാണ് അന്നൊരു അടിമയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരടിമയെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു. എന്തിനെന്നറിയോ? ഉമ്മയോട് പറഞ്ഞ മറുപടി ഇച്ചിരി കൂടിപ്പോയോ, ശബ്ദം കൂടിയോ പടച്ചോനെ, അതെൻ്റെ ഉമ്മയോട് ചെയ്ത അദബുകേടാണോ, അത് പൊറുക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു അടിമയെ വാങ്ങിച്ചു മോചിപ്പിച്ച മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്ത് പറയുന്നത്, ഈ കടപ്പാടിൻ്റെ ആഴം എത്ര വലുതാണ്, ആ കടപ്പാടിന്റെ ബന്ധം എത്ര സുദൃഢമാവണം എന്ന് സൂചിപ്പിക്കാനാണ്. മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി
ഹൈവത്ത് ബിൻ ശുറൈഹ് റളിയല്ലാഹു അൻഹു മിൻ കിബാരിൽ ഉലമ, ആലിമീങ്ങളിലെ ഏറ്റവും വലിയ പ്രഗൽഭനായ ആലിമാൻ. ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയും, യാ ഹൈവത്ത് ബിൻ ശുറൈഹ് അൽഖി ശഈറ ലിദ്ദജാജ്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കുമോനെ എന്ന് പറയും. ആലോചിച്ച് നോക്കി, ഉസ്താദ് ദർസ് നടത്തിയ പള്ളിയില് മുതഅല്ലിമീങ്ങൾ 100 മുതഅല്ലിമീങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാൻ. ഉസ്താദ് വളരെ ഭവ്യതയോടുകൂടെ കിതാബ് ഓതി കൊടുക്കുമ്പോ വാതിൽക്ക വന്നിട്ട് ഉമ്മ പറയാ, ആരോട്? മുദരിസിനോട്. മുദരിസ് ഉമ്മാന്റെ മോനല്ലേ, മോനെ കോഴികൾക്ക് തീറ്റെടുത്ത് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കട്ടോ എന്ന് പറയുമ്പോ കിതാബ് പൂട്ടിവെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങിപ്പോയിരുന്ന മഹാനാണ് ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാൻ മുദരിസാന്ന് ഉമ്മാക്ക് അറിയില്ലേ, ഞാൻ ഇവിടുത്തെ കാലേരാന്ന് ഉമ്മാക്ക് അറിയില്ലേ? അവിടെ ഒന്നും ചോദ്യമല്ല. ഉമ്മാക്ക് മകനാണ്, ഉമ്മക്ക് മകനാണ്, അത് മതി. ഒരഹങ്കാരവും അവരോട് കാണിക്കരുത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. കുട്ടികൾ പറയും, മക്കളോട് പറയും, ഉമ്മമാര് മോനെ അങ്ങാടി പിടിച്ചിട്ട് തക്കാളി കൊണ്ടുവാ, ഗസ്റ്റ് വരുന്നുണ്ട്, എന്തെങ്കിലും പാല് കൊണ്ടുവാ, എന്തെങ്കിലും മീറ്റ് വാങ്ങിച്ചിട്ട് വാ. പറയും, ഉമ്മ എനിക്ക് അസൈൻമെന്റ് ആണ്. വേറെ എവിടെയും പറഞ്ഞേക്ക്. അപ്പൊ അനുജനോട് ചോദിക്കും, ഇളയ മോനോട്, മോനെ നീ പോയി കൊണ്ടുവരോ, എനിക്ക് ഹോംവർക്ക് ഉണ്ട്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ സ്വന്തം ഉമ്മക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കുഞ്ഞിന് വന്നിട്ടുള്ളത്? ആ ഒരു വാക്കനുസരിക്കാതിരുന്നതിന്റെ പേരിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ഏറെ കിട്ടിയിട്ടുണ്ട് മക്കളെ? ഞാൻ ചോദിക്കാം. സന്ദർഭവും നേരൊക്കെ നോക്കിയിട്ടല്ലേ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവോ? നിസ്സാര കാരണം പറഞ്ഞ് എന്നെ കൊണ്ടാവില്ലെന്ന് പറയുമ്പോ നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി ദർസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കൂ എന്ന് തന്റെ ഉമ്മ പറയുമ്പോ ആ ഉമ്മയെ അനുസരിക്കാൻ ഒരു മടിയുമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി. ഇതാണ് ഇസ്ലാം. ഈ ലെഗസിയാണ് ഇസ്ലാമിന്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൾച്ചർ, ഇതാണ് നമ്മുടെ വാല്യൂസ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. മറ്റു സംസ്കാരങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള നാനാവിധത്തിലുള്ള ജനങ്ങൾക്കും നമ്മൾ കൈമാറേണ്ടത് ഇതാണ്. മുസ്ലിമീങ്ങൾ വലിയൊരളവോളം മാതാപിതാക്കളെ നോക്കുന്നവരാണ്. ഞാനത് കുറച്ചു കാണുകയല്ല. വൃദ്ധസദനങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം വീടുകളിലെ ഉമ്മമാരും ഉപ്പമാരും വളരെ കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാരും വാതിലും നമ്മുടെ മദ്രസയിലും ദർസിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഫലമാണ്. അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. എന്നാലും നമ്മുടെ പുതിയ തലമുറയിലെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ മാതാപിതാക്കളോടുള്ള ബന്ധം ഒന്ന് സുദൃഢമാക്കണം. തൻ്റെ പ്രിയതമയോടോ തൻ്റെ കാമുകിയോടോ തൻ്റെ ഫ്രണ്ടിനോടോ തൻ്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഉള്ള സ്നേഹത്തെക്കാളും ആയിരക്കണക്കിന് മടങ്ങപ്പുറത്തുള്ള കടപ്പാട് എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എനിക്കുണ്ട് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയാണ്. കാന യഖൂലു ഫീ സുജൂദിഹി, സുജൂദിൽ കിടക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുന്ന സുജൂദിൽ മഹാൻ പറയുമായിരുന്നത്രേ, അല്ലാഹുമ്മ ഗഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വഅസ്മാ ബിൻതി അബീ ബക്കർ. അല്ലാഹുവേ, സുബൈർ ബിനുൽ അവ്വാം എന്ന് പറയുന്ന ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരിൽ ഏറ്റവും അടുത്തവർ, വഅസ്മാ ബിൻതി അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവിക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് സുജൂദിൽ കിടക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ എന്നവർ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മഹാന്മാരായ താബിഉകൾ രേഖപ്പെടുത്തുകയാണ്. മഹാന് സുജൂദിൽ കിടക്കുമ്പോൾ ആരായവർ രണ്ടുപേരും? ഒരാൾ വാപ്പയാണ്, മറ്റേത് ഉമ്മയാണ്. അസ്മാ ബീവിയുടെ മോനാണിത്, സുബൈർ ബിനുൽ അവ്വാം തങ്ങളുടെ മോനാണിത്. അല്ലാഹുമ്മ ഗഫിർ ലിസുബൈർ ബിനുൽ അവ്വാം വഅസ്മാ ബിൻതി അബീ ബക്കറിൻ. നമ്മുടെ ദുആകളിൽ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലിവാലിദി, പേര് പറയാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണേ, വഗഫിർ ലിവാലിദതി, എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കണമേ. ആ ഒരു കൊച്ചു ദുആ എങ്കിലും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലെങ്കിലും നമുക്ക് ദുആ ഇറക്കാം.
അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദതി. പടച്ചവനെ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു ഉർവത്ത് ബിൻ സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഹനഫി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ വരെ രൂപപ്പെടുന്നതിന് കാരണക്കാരനായ ശൈഖ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. അബൂ യൂസുഫ് തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ദുആ ഇരക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ. അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. സുന്നത്ത് നിസ്കാരത്തിൽ വരക്കാം, മലയാളത്തിൽ വരക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ, ഉമ്മ വാപ്പാന്ന് വേറിട്ട് പറയുന്നില്ലെങ്കിൽ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ. പിന്നെ എൻ്റെ ഗുരുനാഥനും എൻ്റെ ഉസ്താദുമായ അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ഒക്കെ മാതൃകയാണ്. തുൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി യുഖബ്ബിലു റഅസ ഉമ്മിഹി, തന്റെ ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാതെ പോയിട്ടില്ല. വകാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി വഹിയ തഹ്തഹു ഇജ്ലാലൻ ലഹാ. രണ്ട് തട്ടുണ്ടായിരുന്ന വീട്ടിൽ, ഇത് പറയുമ്പോൾ സാധ്യമാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കേട്ടോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ? അതെനിക്കറിയില്ല. ഞാനൊരു ഇൽമ പറഞ്ഞുതരാം. മഹാനായ തുൽഖ് ഇബ്നു ഹബീബ് എന്നവർ, അവരുടെ വീടിന് താഴെ നിലയുണ്ട്, മീത നിലയുണ്ട്. കാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി, തന്റെ വീടിന്റെ താഴത്തെ നിലയിൽ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ ആ ഉമ്മ ഇരിക്കുന്ന റൂമിന്റെ മുകളിലൂടെ മഹാനായ തുൽഖ് തങ്ങൾ നടക്കാറില്ലായിരുന്നു. ഇജ്ലാലൻ ലഹാ, തന്റെ മാതാവിനോടുള്ള ബഹുമാനം കാരണം. അപ്പൊ അതങ്ങനെ ചെയ്യണം. മേലെ അഫ്സലിൽ കയറി കൂടെ ഉമ്മ താഴെ ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ കാലല്ലേ വെറുതെ ട്രോളുന്ന കാലം. മനുഷ്യന്മാർക്ക് തിരിയണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കളിയാക്കാൻ കിട്ടുമെന്ന നോക്കി നടക്കുന്നതാകെ. ഇതൊരു ദീനിന്റെ മാതൃകയാണ്. തുൽഖ് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ തന്റെ മാതാവ് താഴെ ഇരിക്കുമ്പോൾ ആ മാതാവ് ഇരിക്കുന്നതിന്റെ മുകൾ ഭാഗത്തുകൂടെ നടന്നു പോകാറില്ല. കാരണം ഇജ്ലാലൻ ലഹാ, മാതാവിനോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു അത്. മാതാവിൻ്റെ, നമ്മളൊക്കെ സലാം പറയുമ്പോഴേ നമ്മൾ മലയാളികൾക്ക് ചില ചര്യകൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾക്ക് സലാം പറയുമ്പോൾ കൈമുത്തൽ സുന്നത്താണ്. തലമുത്ത എന്ന് പറയും. തലമുത്ത നെറ്റിയിൽ മുത്തലാണ്. നമ്മൾ യാത്ര പോവുകയാണ്, മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. ചെറിയ മക്കൾക്കത് ശീലിപ്പിക്കണം. നമ്മൾ വലിയ ആളുകളത് ചെയ്യണം. അതിന് മടി വിചാരിക്കരുത്. ഈ മസല വാപ്പി മക്കളും കേൾക്കണം, അപ്പോഴേ നടക്കുള്ളൂ. അതിപ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്താ മോനെ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കും. പിന്നെ വാപ്പ അതൊക്കെ ചെയ്യേണ്ട കാര്യമാണെന്ന് എന്നാ പഠിച്ചത്? ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. കൈമുത്തുകയും നെറ്റിമുത്തുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമാണ്. അത് മഹാന്മാർ ചെയ്തിരുന്നതാണ്. നമുക്കൊന്ന് തുടങ്ങിക്കൂടെ? നാട്ടിലുണ്ടോ കള്ളാർ? അങ്ങനെ ഉണ്ടെങ്കിൽ കടന്നു പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ അത് തുടങ്ങണം. മടി ഉണ്ടാവോ? കുറവായി പോവോ? ക്ഷേമമായി തോന്നുന്നുണ്ട? നമ്മുടെ മാതാപിതാക്കളോടല്ലേ. അവർക്കല്ലാതെ ആർക്കാണ് നമ്മൾ ഇത്രമേൽ സ്നേഹം കൊടുക്കാൻ അവകാശപ്പെട്ടത്? കൈമുത്തുന്നു, നെറ്റിയിൽ ഉമ്മ വെക്കുന്നു, എന്നിട്ട് സലാം പറഞ്ഞു പോവാ. മഹാനായ തുൽഖ് ഇബ്നു ഹബീബ് തങ്ങൾ കാന യുഖബ്ബിലു റഅസ ഉമ്മി, ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിരുന്ന മഹാനാൻ. ആ ഉമ്മ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ മീതലൂടെ നടന്നു പോകില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഇജ്ലാലൻ ലഹാ, ഉമ്മയോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു അത്. ഇതൊക്കെ ആരെന്നറിയ? വലിയ വലിയ പണ്ഡിതന്മാർ ചെയ്ത കഥ ഇപ്പം ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. സാധാരണക്കാരായ ആളുകൾ ചെയ്തതല്ല, വലിയ വലിയ ആലിമീങ്ങൾ. അപ്പം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യാൻ കടപ്പെട്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി അസ്ബതു ദംബൻ അദീമാ ഫഹൽ ലീ മിൻ തൗബ.
അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വല്ലാത്ത ഗുരുതരമായൊരു തെറ്റ് ചെയ്തു പോയി നബിയേ, ഗുരുതരമായൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഫഹല്ലീ മിൻ തൗബ, എനിക്ക് വല്ല തൗബയുമുണ്ടോ, വല്ല തൗബയുമുണ്ടോ? അല്ലാഹു എന്നെ സ്വീകരിക്കുമോ, അല്ലാഹു എന്നെ സ്വീകരിക്കുമോ? വലിയ തെറ്റ് ചെയ്തു പോയി നബിയേ. ഈ ഹദീസ് നോക്കണം. നമുക്ക് കൺഫെഷൻ എന്ന് പറയുന്ന സംഭവം, കുമ്പസരിക്കുക എന്ന് പറഞ്ഞത് ഇസ്ലാമിലില്ല. നിങ്ങൾ അള്ളാഹിനോട് കുമ്പസരിച്ചാൽ മതി. ഒരു ഉസ്താദിനോടും ഒരു കൗൺസിലറോടും ഒരാളോടും നിങ്ങൾ ചെയ്തു പോയി തെറ്റ് പറയരുത്, പറയാൻ പാടില്ല. പറയൽ വേറൊരു തെറ്റാണ്. അള്ളാഹുവിനോട് പറയാം, പടച്ചവനോട് സങ്കടപ്പെടുക, അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുക. ആ തെറ്റൊരു മനുഷ്യനോട് പറയരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഹദീസ്. അഖ്റജഹു തുർമുദി വരിജാലുഹു സിഖാത്ത്. പ്രബലമായ ഹദീസാണിത്, സുനൻ തുർമുദിയിൽ ഉദ്ധരിക്കപ്പെട്ടത്. പുന്നാര നബിയോട്, നബിയേ, ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പുണ്യ നബി ചോദിച്ചത് എന്താ തങ്ങൾ ചോദിച്ചത്? ആ തെറ്റെന്താണെന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. ഹബീബിന്റെ മറുപടി ഒന്നാണ്, ഹല്ലക മിൻ നിനക്ക് ഉമ്മയുണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ നിന്റെ ഉമ്മ? അവിടെ ക്യൂരിയോസിറ്റി ഒരു എന്ത് തെറ്റാ ചെയ്തത് നബി ചോദിച്ചോ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. തങ്ങളത് പറയിപ്പിച്ചിട്ടില്ല. തങ്ങളോട് വന്ന് ഏറ്റുപറയുന്നത് തങ്ങൾ കേൾക്കുകയും മറുപടി പറയുകയും ചെയ്യും. പുന്നാര നബിക്ക് ചോദിച്ചുകൂടെ, എന്തു വലിയ തെറ്റാ നീ ചെയ്തത്? കൊലപാതകമാണോ, വ്യഭിചാരമാണോ, സിഹറാണോ, മാരണമാണോ, എന്താ നീ ചെയ്തത് എന്ന് ചോദിക്കാമായിരുന്നു. പുണ്യനബി ചോദിച്ചിട്ടില്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബ്തു ദംബൻ അദീമാ, വലിയ ഗുരുതരമായൊരു തെറ്റ് ഞാൻ ചെയ്തു പോയി. ഫഹല്ലീ മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ, എന്നെ അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ഹബീബിനോട്, ലോകത്തിന്റെ ഗുരുവിനോട്, അഷ്റഫുൽ ഖൽഖിനോട് ചോദിക്കുമ്പോ പുന്നാര നബി തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഹല്ലക മിൻ നിനക്ക് ഉമ്മയുണ്ടോ? ഖാല ലാ, ഇല്ല നബിയേ, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ഹല്ലക മിൻ ഖാല, നിന്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോ, ഉമ്മയുടെ അനിയത്തിമാരോ ജ്യേഷ്ഠത്തിമാരോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ എളാമയോ മൂത്തമ്മയോ നിനക്ക് ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം, ഉണ്ട് നബിയേ, അവരുണ്ട്, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. ഫബിർറഹാ, നേരെ പോയിട്ട് നിന്റെ എളാമക്കോ നിന്റെ മൂത്തമ്മയോ ആരാണോ ജീവിച്ചിരിപ്പ്, മൂത്തമ്മയാണെങ്കിൽ അവരില്ലെങ്കിൽ എളാമ, അവർക്ക് പോയിട്ട് ഗുണം ചെയ്യുമോനെ, അവർക്ക് ചെന്ന് ഖിദ്മത്ത് ചെയ്യേ, അവരെ സന്തോഷിപ്പിക്ക്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക്. അതാണ് നീ ചെയ്യേണ്ടത്. ആ വലിയ തെറ്റിന്റെ പ്രായശ്ചിത്തം ആദ്യം ചോദിച്ച് ഉമ്മയുണ്ടോന്നാ. ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മയെ സന്തോഷിപ്പിക്കുന്നത് താൻ ചെയ്തു പോയ തെറ്റിന്റെ പ്രായശ്ചിത്തമാണ് എന്ന് പഠിപ്പിക്കുകയല്ലേ ലോകത്തിന്റെ ഗുരു ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഉമ്മയുടെ സഹോദരിമാർ, ഫഇന്നൽ ഖാലത ബിമൻസിലത്തിൽ ഉമ്മി, ഉമ്മയുടെ ജ്യേഷ്ഠത്തെയോ അനുജത്തെയോ ഉമ്മയുടെ സ്ഥാനമാണ് അവർക്ക് എന്ന് പുണ്യനബി പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഒരു മനുഷ്യന്റെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും മനുഷ്യരും തമ്മിലുള്ള ഇടപാടുകൾ വീട്ടണം. അത് ഉമ്മയെ പൊരുത്തപ്പിടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹും നിങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ എന്തെങ്കിലും ഒരു വിള്ളൽ വന്നാൽ, അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയോ, അള്ളാഹു അരുതെന്ന് പറഞ്ഞത് ചെയ്തു പോകുകയോ ചെയ്താൽ നിങ്ങൾ തൗബ ചെയ്യണം. ആ തൗബയോടുകൂടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാവിനെ ചെന്ന് കാണണം, പിതാവിനെ ചെന്ന് കാണണം, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അവരുടെ സന്തോഷം കിട്ടുന്നത് വരെ അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മായ്ച്ചു കളയാനത് കാരണമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാന്റെ അരികത്തൊരാൾ വന്നു പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നി ഖതബതു ഇംറഅതൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഫഅബത അൻ തൻകിഹനി,
അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. അവളെ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്തു. അയാളെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തപ്പോ ഞാനൊരു മനുഷ്യനല്ലേ, പിശാച് തലയിൽ കയറി എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ഇനി മറ്റൊരാളിന്റെ കൂടെ ജീവിക്കരുത് എന്നെന്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോ, വിഷമം പറഞ്ഞപ്പോ, പിശാച് തലയിൽ കയറിയിട്ട് എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം നിരസിക്കുമ്പോഴേക്കും ശത്രുതയിലേക്ക് മാറുന്നത്. തന്നെ വിവാഹം കഴിക്കരുത്, തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ മറ്റൊരാള് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ അതിൽ അസൂയ മൂത്തിട്ട പെണ്ണിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ മഹാനവറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലീ മിൻ തൗബ, എനിക്ക് പശ്ചാത്തപിക്കണമെന്നുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? നിരപരാധിയായൊരു പെണ്ണിന്റെ ജീവൻ ഞാൻ എൻ്റെ തലയിൽ കയറിയ പിശാചിന്റെ ദുർബോധനം കൊണ്ട് ചെയ്തു പോയ പാതകം, കൊലപാതകം, അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വഹാബി, ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, അത്രമേൽ അറിവുണ്ടായിരുന്ന മഹാൻ, മദീനത്തെ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ 30 കൊല്ലം ദർസ് നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ചോദ്യം, ആ ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, ഖാലലാ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പൊ പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങു മോനെ. സുന്നത്തുകൾ ചെയ്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും ദാനം ചെയ്തിട്ടും അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ടും റബ്ബിലേക്ക് ധാരാളം അടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇബ്നു അബ്ബാസ് തങ്ങളോട് മഹാന്മാരായ സ്വഹാബിമാര് ചോദിച്ചു, അല്ല, എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, മാതാവിന് ഉപകാരം ചെയ്യുന്നതിനേക്കാളും ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന അമല് വേറെ ഉണ്ട് എന്നെനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് ഇത് നൈസർഗികമായി ജന്മന ഉമ്മാക്ക് മക്കളോട് സ്നേഹമുണ്ട്. എന്നാൽ മക്കൾക്ക് ഉമ്മയോടുള്ള തിരിച്ചുള്ള സ്നേഹം അത് മതമാണ്, ദീനാണ് പഠിപ്പിച്ചു തരുന്നത്, അത് ശരീഅത്താണ് പഠിപ്പിച്ചു തരുന്നത്. ഒരു സംഭവം കൂടെ പറയട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നു. ധൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന ഖസീമിന്റെ ഭാഗത്ത് നിന്ന്, ധൂമത്തുൽ ജന്ദൽ സൗദി അറേബ്യയിലെ ആ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗം, ധൂമത്തുൽ ജന്ദൽ റിയാദ് പരിസരത്ത് എവിടെയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലാഹു അഅലം. അവിടെ ഉണ്ട് ധൂമത്തുൽ ജന്ദലിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എൻ്റെ സുഹൃത്ത് അറക്കൽ അബ്ദുറഹ്മാൻ ഹുദവി ഉണ്ട്. അദ്ദേഹം ധൂമത്തുൽ ജന്ദലിൻ്റെ ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. ധൂമത്തുൽ ജന്ദൽ സൗദിയിലെ ഒരു പ്രദേശമാണ്. ആ ഒരു റിയാദിൻ്റെ ആ ഭാഗത്ത് വെസ്റ്റേൺ ഭാഗങ്ങളിൽ മഹാനായ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തേക്ക് ഒരു പെണ്ണ് വന്നു. അമിലത്തിസ് സിഹ്റ, മാരണം ചെയ്യലായിരുന്നു ആ പെണ്ണിന് പണി. സിഹ്ർ ചെയ്യലാണ് പണി. മാരണം ചെയ്യാം, മുടിക്കെട്ടുകൊണ്ട്, നഖം ഉപയോഗിച്ചുകൊണ്ട്, മനുഷ്യന്റെ വിസർജ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പിശാചിനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് സിഹ്ർ. വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്, അക്ബറുൽ കബായിറിൽ പെട്ടതാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവമുള്ള വിഷയമാണ്. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടി ആരോടെങ്കിലും ചെന്ന് പറയാം, എനിക്ക് ഇന്നാളോട് ഭയങ്കര ദേഷ്യമാണ്, ഒരിപ്പോൾ വലിയ ഉയർച്ചയിലാണ്, അവർക്ക് ഒന്ന് തകർച്ച വരണം, അവരുടെ മക്കളൊക്കെ തല കുത്തനം കിட்ட എത്തണം, അവരുടെ ജോലി പോകണം, ആരോഗ്യം നഷ്ടപ്പെടണം, നിനക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്തോളി, എത്രയാ പൈസ എന്ന് ചോദിക്കും. ഈ ശൈത്താന്മാർ കുത്തിരുന്ന് വരച്ചുണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യും.
ദന്തവിശ്വാസമല്ല. സിഹർ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരൻ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന, സോസറി എന്ന് പറയുന്ന ഈ സാധനം പൈശാചിക വൃത്തിയാണ്. അതിന് ഇമ്പാക്റ്റ് ഉണ്ട് അള്ളാന്റെ ഖലാഓടുകൂടെ. അള്ളാഹ് അറിയാതല്ല. മാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. They cannot harm or disturb anyone without the permission of Allah. അള്ളാഹ് അറിയാതെ ഒന്നും നടക്കൂല. ഒരാളെയും ഉപദ്രവിക്കാൻ അള്ളാഹിന്റെ ഇൽമില്ലാതെയും അള്ളാഹിന്റെ ഖലാ ഇല്ലാതെയും നടക്കൂല. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സിഹറിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. റബ്ബ് കൊടുത്തതാ. എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ ദുരന്തത്തിലാണ്. എത്രയോ വീടുകൾ കുടിയിരുന്നിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, നിങ്ങളെന്താ പറയുക, കുറ്റൂസാന്നാ പറയല്ലേ, എന്താ പറയല്ലേ, കുടിയിരിക്കല്ലേ, കുടികൂടൽ കഴിഞ്ഞിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ വീടുകളുണ്ട്. എന്താ കാരണം എന്നറിയോ? ആ അസൂയ മൂത്തിട്ട് ആ വീടിൻ്റെ പണി നടക്കുമ്പോൾ തറൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടും. ഓരോ സാധനം മുറ്റത്ത് കൊണ്ടുപോയി കുഴിച്ചിടും. ചില റൂമിൽ ഇരുന്നാൽ പുകഞ്ഞ് പുറത്തിയാടും. ഭീകര സ്വപ്നങ്ങൾ കാണും. ആരോ വാതിൽക്കൽ മുട്ടുന്നത് പോലെ ഇടക്കിടക്ക് ശബ്ദം കേൾക്കും. ആരും ഉണ്ടാവില്ല. ജനലടയുന്നത് പോലെ തോന്നും. കാറ്റൊന്നും ഉണ്ടാവില്ല. പേടിപ്പിക്കുക ശൈത്താന്മാരാണ്. ഇതിന് കാരണം സിഹറായിരിക്കും. വലിയൊരളവോളം സിഹറിൻ്റെ സാന്നിധ്യമുണ്ട്. സിഹർ ഖുർആൻ അംഗീകരിക്കുകയും പ്രസ്താവിക്കുകയും ഉണ്ടെന്ന് സമർത്ഥിക്കുകയും ചെയ്ത സാധനം. ഇനി ആർക്കെങ്കിലും അന്ധവിശ്വാസം തോന്നിക്കോട്ടെ. ലോകത്ത് ഓരോരുത്തർക്കും പലതും വിശ്വസിക്കാൻ അവകാശമുണ്ടല്ലോ. മുസ്ലിമീങ്ങൾക്കറിയാം അതുള്ളതാണ്. അതിന് പരിഹാരമുണ്ട്. അതിന് പരിഹാരം വിശുദ്ധ കലാമ് തന്നെയാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞ ഹെർസിൻ്റെയും ഹിഫ്ളിൻ്റെയും ദുആകളുമാണ്. റുഖിയയാണ്, ആയത്തുൽ കുർസിയാണ്, സൂറത്തുൽ ബഖറയാണ്, ഫലഖും നാസും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും അടങ്ങി ആയാത്ത് ഇബ്താലി സിഹർ, സിഹർ ബാത്തിലാക്കുന്ന ആയത്തുകളുണ്ട് ഖുർആനിൽ. അതുകൊണ്ട് ചികിത്സിക്കാനും പറ്റും. അതിന് പറ്റിയ യോഗ്യരായ ആളുകളുടെ അടുത്ത് എത്തിപ്പെടണമെന്ന് മാത്രം. അതാണ് വിഷയം. പലരും പറ്റിക്കും. അത്ര ലക്ഷം വേണം, അത്ര ലക്ഷം വേണം. പൈസ ചോദിക്കുന്നുണ്ടോ? കള്ളന്മാരാ, പോകരുത്. ഒരു പറയും ശരിയാക്കി തരാം, പക്ഷെ കുറച്ച് പണിയെടുക്കാനുണ്ട്, 5 ലക്ഷം ആവും. എന്ത് പണി അതിനെടുക്കാനുള്ളത്? ഇതറിയുന്ന ആളുകൾക്ക് ഖുർആൻ ഓതിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യന് വന്ന പ്രയാസം നീക്കിക്കൊടുക്കുക എന്ന് പറഞ്ഞ വലിയൊരു കൂലിയുള്ള സാധനം ഈ പൈസ വാങ്ങി നശിപ്പിക്കും. പൈസകൾ കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ സന്തോഷിപ്പിക്കണം. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പറഞ്ഞ് പോരരുത്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യും, നിങ്ങൾ സന്തോഷിപ്പിക്കണം. പക്ഷെ ഒരു മനുഷ്യൻ ചോദിച്ചു വാങ്ങാൻ പാടില്ല. എനിക്കിത്ര തന്നാലേ ഞാനിത് ചെയ്യുള്ളൂ, എനിക്കിത്ര വേണം. അത് ഈ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ബർക്കത്തുണ്ടാവില്ല. അവർ ചെയ്താൽ ഇത് ബാത്തിലാവില്ല. മനുഷ്യന്മാരെത്ര പൈസയെ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത് ചെയ്യിപ്പിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇതിനു വേണ്ടി ഇരിക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ഒരു തലക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. തൊൽസമാദിനെ കുറിച്ച് കിതാബ് പഠിച്ചിരിക്കുകയായിരിക്കും, വായിച്ചിരിക്കുകയായിരിക്കും. ചെയ്യുന്നത് സിഹറാണെന്ന് പോലും ഒരു അറിയുണ്ടാവില്ല. അത് നമ്മളെ കൗമിലുള്ളവരുണ്ട്, നമ്മളെ കൗമിലില്ലാത്തവരുണ്ട്. ഈ പണി ചെയ്യുന്നവർ, ഇതിനു വേണ്ടി പോകുന്നവർ ശ്രദ്ധിക്കണേ. അള്ളാഹുവിനെ പേടിച്ചോളി പെണ്ണുങ്ങളെ, ആണുങ്ങളെ. ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത് പെണ്ണുങ്ങളാണെന്നും വിശുദ്ധ ഖുർആനിന്റെ സൂചനയുണ്ട്. വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഷർറെന്ന്. ആരായി കെട്ടിൽ ഊതുക എന്ന് പറഞ്ഞാൽ അതാണ് മാരണം. അതിനാണ് സിഹർ എന്ന് പറയാം. അത് പഠിക്കൽ ഹറാമാണ്. അത് എങ്ങനെയാണ് നടക്കുന്നത്? ഹൗ ഈസ് ദ പ്രോസസ്? ഇത് പഠിക്കൽ ഹറാമാണ്. അതിന് പിന്നാലെ പോവരുത്. ഒരാളോടും അത് ചെയ്യാൻ ആവശ്യപ്പെടരുത്. ആർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് ബാത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു സലാമത്ത് ചെയ്തു കൊടുക്കട്ടെ. നിരന്തരമായ അസുഖം വരും. ആൾക്കാർക്ക് അറിയില്ല ഇത് എന്താ അസുഖം. ഡോക്ടർ വരുന്നത് കൊടുക്കും, വീട്ടിലെത്തുമ്പോഴേക്കും അസുഖം തിരിച്ചു വരും. പിടുത്തം കിട്ടൂല. ഭൗതികമായ ഒരു നിലക്കും കാരണം ഇത് കണ്ടെത്താൻ കഴിയില്ല. അവരെല്ലാ ചികിത്സയും ഭയങ്കര ഊരവേദന ഡോക്ടറെ, ചിലപ്പോൾ കാലിന് മുട്ടിന് വേദന, ആ വേദന കഴുത്തിൽ വരും, അത് ഈ ഷോൾഡറിൽ വരും, പിന്നെ ഈ മുട്ടിൽ വരും, പിന്നെ വിരലുകൾക്ക് വരും. ശരീരം മുഴുവൻ MRI സ്കാൻ ചെയ്യും. നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. ഡോക്ടർ മുമ്പിലെത്തുമ്പോൾ ആ വേദന ഉണ്ടാവില്ല, വീട്ടിലെത്തിയാൽ വേദന. സിഹറിൻ്റെ കാരണങ്ങൾ കൊണ്ടത് സംഭവിക്കുന്ന ഈ മാറിക്കളിക്കുന്ന വേദന സിഹറിൻ്റെ ഒരു അടയാളമാണ്. ഇനി അങ്ങനെ എല്ലാ വേദനയും സിഹറാണെന്നും അതിനർത്ഥം ഉണ്ടാവില്ലേ. പക്ഷേ വലിയൊരളവോളം അങ്ങനെയാണ്. ഡോക്ടർമാർക്ക് നോക്കിയാൽ കാണൂല, പക്ഷെ ആള് രോഗിയാണ്. ആള് പറയും എനിക്ക് വയ്യ, എനിക്ക് വേദനയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ദൂമത്തുൽ ജന്ദൽ എന്ന് പറയുന്ന നാട്ടിൽ നിന്നൊരു പെണ്ണ് മദീനയിലേക്ക് കടന്നു വന്നു.
തസ്അലു അൻ തൗബതിഹാ, അവര് പറയുന്നത് എനിക്ക് തൗബ വേണം, എനിക്ക് തൗബ വേണം, ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം നശിപ്പിച്ച പെണ്ണാണ്. ചെറിയ കുട്ടികൾക്ക് വരെ അസുഖം വരും, പൈശാചിക അസുഖം. ഭൗതികമായ സുഖത്തിന് വരുന്നുണ്ട്, ഡോക്ടറെ അടുത്ത് പോയാൽ മതി. ഇത് ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ നടക്കൂല. ചില പറയും ഞമ്മക്കതിലൊന്നും വിശ്വാസമല്ല. അത് പറ്റിയ വിശ്വാസം വരും. എല്ലാവരും അങ്ങനെ തന്നെ പറയും, എനിക്കതൊന്നും വിശ്വാസമല്ല. ആയിക്കോട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഒരാൾക്ക് സംഭവിച്ചാൽ ശരിക്കും വിശ്വാസം വരും. എനിക്കങ്ങനത്തെ കുറേ ആളുകളെ പരിചയമുണ്ട്. കുറേ ആളുകൾ അവർ ആദ്യം പറഞ്ഞു തുടങ്ങരുത്, അതൊന്നും നമുക്ക് വിശ്വാസമില്ല കേട്ടോ. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തെത്തുമ്പോൾ ഇത് സംഭവം ഇതാണ്, പിന്നെ അതിൻ്റെ പരിഹാരം ചെയ്യുമ്പോൾ ശരിയാവും. അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ആർക്കും വിശ്വാസം തോന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഇതെന്താ പേപ്പർ? ഇത് ആധുനിക അന്ധവിശ്വാസമാണോ? ഞാൻ അന്ധവിശ്വാസം പറയാൻ വന്നതല്ല ഇങ്ങോട്ട്, അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ വന്നതാണ്. അതുള്ള കാര്യമാണ്, അതുള്ള വിഷയമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. അത്തരം ആളുകളുടെ അടുത്തേക്ക് പോകുന്നവരെ ഒന്ന് നന്നായിട്ട് സൂക്ഷിച്ചോളൂ. ആ വഴിക്ക് പോകണ്ട. ചിലർ ഇത് ചെയ്യുന്ന ആളുകളുടെ ലക്ഷണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ ഭീഷണിപ്പെടുത്തും, കാണിച്ചുതരാം. ഈ പറയുന്നവർ സിഹർ ചെയ്യുന്നവരായിരിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് അത് നീ അനുഭവിക്കും, നിന്റെ വീട്ടുകാരനുഭവിക്കുമിടി, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇതിന് ഞാൻ പകരം ചെയ്യും. ചിലപ്പോൾ ഒരു അള്ള കാണിച്ചിരുന്ന ആദ്യം പറയാം, പോലെ കറാമത്താന്ന് വിചാരിക്കാൻ വേണ്ടി പച്ച സിഹറ വീട്ട് ചെയ്യാം. മരണം ചെയ്യിക്കാൻ വേണ്ടി പോകുന്നവർ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തും. അള്ളാഹുവിൻ്റെ ഷർറിന്ന് കാത്തുരക്ഷിക്കട്ടെ. ദുന്യാവിൽ കഴിഞ്ഞ് ഖബറിൽ പോയി കിടക്കേണ്ട തടിയാണ് എന്ന ബോധമുള്ള ഒരു മനുഷ്യൻ ഇത് ചെയ്യുമോ? ചെയ്യാൻ പാടുണ്ടോ? എത്ര വലിയ ഗുരുതരമാണ്. മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുക, ഉപദ്രവിക്കുക. അള്ളാഹു കാവൽ നൽകട്ടെ, അള്ളാഹു കാവൽ നൽകട്ടെ. ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വന്ന ഈ പെണ്ണ്, ധൂമത്തുൽ ജന്തലിൽ നിന്ന് വന്ന പെണ്ണ്, തസ്അലു അൻ തൗബതിഹാ. ആ പെണ്ണിന് തോന്നി അവള് സാഹിറത്തായിരുന്നു, സിഹർ ചെയ്തു കൊടുക്കല പരിപാടി നിർത്തണമെന്ന് തോന്നി. ഈമാൻ ഖൽബിലേക്ക് വന്നു, തൗബ ചെയ്യണമെന്ന് തോന്നി. ഫറഅയ്തുഹാ തബ്കി ഹീന ലം തജിദ് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് എത്തിയപ്പോഴേക്കും റബീഉൽ അവ്വൽ കഴിഞ്ഞ് റബീഉൽ ആഖിറിലായിട്ടുണ്ട്. പുണ്യനബി വഫാത്തായ വർഷമാണ് ഈ പെണ്ണ് വരുന്നത്. ആ പെണ്ണ് വന്നപ്പോ ഫറഅയ്തുഹാ തബ്കി, ആയിഷ ബീവി പറയുകയാണ്, ആ പെണ്ണ് കരയുന്നത് ഞാൻ കണ്ടു. എന്തേ കാരണം? ഹീന ലം തജിദ് റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് മദീനയിൽ ജീവിച്ചിരിപ്പില്ല എന്നറിഞ്ഞപ്പോ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞു. റസൂലിനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോഴേക്കും തങ്ങൾ വഫാത്തായ വിവരം അപ്പോഴാണ് അറിയണത്. അതുവരെ വിവരം ന്യൂസ് കിട്ടിയിട്ടില്ല. ഹബീബ് വഫാത്തായല്ലോ, എൻ്റെ റസൂലിനോട് വന്നൊന്ന് പറഞ്ഞാൽ എനിക്ക് തൗബ ചെയ്യാൻ അവസരം ഹബീബ് ഉണ്ടാക്കി തരുമല്ലോ, എൻ്റെ റസൂല് പരിഹാരം പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ച് ഹബീബിനെ കാണാൻ വന്ന പെണ്ണാണ്. പക്ഷേ ഹബീബ് വഫാത്തായി എന്നറിഞ്ഞപ്പോൾ റഅയ്തുഹാ തബ്കി, ഹബീബ് മദീനയിൽ ഇല്ലെന്നറിഞ്ഞപ്പോൾ അവൾ കരയുന്നത് ഞാൻ കണ്ടു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാ, അങ്ങനെ അവർ വന്നിരിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലാണ്, ഞാൻ ചെയ്തു പോയ ദുൽമ്, ഞാൻ ചെയ്തു പോയ പാതകം എന്തു ചെയ്താലാണ് അല്ലാഹു എനിക്ക് പുറത്തു തരുന്നത്? എത്രയോ മനുഷ്യരുടെ, എത്രയോ വീട്ടുകാരുടെ സ്വൈരതയും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി പിശാചിന്റെ വൃത്തി ചെയ്തവളാണ് ഞാൻ, കൂടോത്രം ചെയ്തവളാണ് ഞാൻ, സിഹർ ചെയ്തവളാണ് ഞാൻ. എന്നെ സ്വീകരിക്കാൻ അല്ലാഹു ഒരുക്കമോ? എനിക്ക് റബ്ബ് തൗബ തരുമോ? അല്ലാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഹബീബിനെ ഉദ്ദേശിച്ചു വന്നതാണ്. ഫയശ്ഫിയഹാ, ഹബീബ് അവൾക്ക് ഉത്തരം കൊടുക്കുമായിരുന്നു. എന്നിട്ട് ഹബീബിനെ കാണാതിരുന്നപ്പോ അവര് പൊട്ടി പൊട്ടി കരഞ്ഞു. ഹത്താ ഇന്നി ലഅർഹമുഹാ തബ്കീ. ആയിഷ ബീവി പറയാ, ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് പോലും ഒന്ന് സമാധാനിപ്പിക്കാൻ കഴിയാത്ത വിധം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിഹറിന്റെ കഥ അവൾ പറഞ്ഞു. അതൊരു നീണ്ട ചരിത്രമാണ്. എന്തൊക്കെ സിഹറാണ് അവൾ ചെയ്തിരുന്നത് എന്ന് അവൾ പറഞ്ഞു കൊടുക്കുന്നു.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ പെണ്ണിങ്ങനെ കഥ പറഞ്ഞു കൊടുത്തു. ബീവി, ഞാൻ ഇങ്ങനെ സിഹ്ർ ചെയ്തിരുന്ന പെണ്ണായിരുന്നു. ഇന്നി ലഅഖാഫു അൻ നകൂന ഹലക്ത്, ഞാനിങ്ങനെ നശിച്ചു പോകുമോ, തൗബ ചെയ്യാൻ കഴിയാതെ അള്ളാഹു എന്നെ സ്വീകരിക്കാതെ ഞാനങ്ങ് മരിച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാനിതാ എൻ്റെ എല്ലാ ദുഷ്പ്രവൃത്തികളും നിർത്തിവെച്ചിരിക്കുകയാണ്. വല്ലാഹി യാ ഉമ്മൽ മുഅ്മിനീൻ മാ ഫഅൽതു ശൈഅൻ ഖത്തു വലാ അഫ്അലുഹു അബദാ. ഉമ്മമാരുടെ ഉമ്മയായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ആയിഷ ബീവി, ഇനി ഞാനത് ചെയ്യില്ല, ഞാൻ ഒരിക്കലും ആർക്കും ഇനി സിഹ്ർ ചെയ്തു കൊടുക്കില്ല എന്ന് പെണ്ണ് എന്നോട് വന്ന് ശപഥം ചെയ്തുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ അസ്ഹാബു റസൂലില്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ അടുത്തേക്ക് ആ പെണ്ണ് വന്നു. എല്ലാവരും ഹബീബ് വഫാത്തായ സങ്കടത്തിൽ നിൽക്കുന്ന സമയമാണ്. ഹദാസത്തു വഫാത്തി റസൂലില്ലാഹി വഹും യൗമഇദിൻ മുതവാതിറൂൻ. ആർക്കും ഉത്തരം പറയാൻ ധൈര്യമില്ല. ആരും ഇതിന് പ്രത്യേകമായ മറുപടിയൊന്നും പറയുന്നില്ല. എന്താ ഇവളോട് പറയാ? സിഹ്ർ ചെയ്തിരുന്നൊരു പെണ്ണാ വന്നത്, ചെയ്യിപ്പിച്ചിരുന്ന, സിഹ്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണ്. അവളുടെ പണി അത് ചെയ്യലാണ്, പിശാചുക്കളെ സേവിക്കലാണ്. ആൾക്കാർ വന്ന് ഈ പെണ്ണിനോടാ വന്ന് പറയാ, അവളാണ് ഇതൊക്കെ ചെയ്തു വെക്കുക. അങ്ങനത്തെ പെണ്ണിനോട് സ്വഹാബിമാരൊക്കെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നേരം അവരാരും ആരോടൊക്കെ പോയി ഈ പെണ്ണ് ഫത്വ ചോദിച്ചിട്ടുണ്ടോ? എല്ലാവരും പറയുന്നത് ലൗ കാന ബവാകി ഹയ്യൈൻ ഔ അഹദുഹുമാ ലകാന യക്ഫിയാനിക്. പെണ്ണേ, സ്വഹാബത്ത് മുഴുവൻ കൊടുത്ത മറുപടി. അവർ പ്രത്യേകിച്ചൊരു മസലയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലാണ് ഈ സിഹറിന്റെ പാതകം അല്ലാഹു പുറത്തു തരിക? നീ തൗബ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അവർ ഓരോരുത്തരും ഒരു കാര്യം പറഞ്ഞു. ഓരോ സ്വഹാബിയും പറഞ്ഞു. ഓരോരുത്തരെയും മാറി മാറി ചെന്ന് കണ്ടതാ. കഫാറത്ത്, എന്ത് പ്രായശ്ചിത്തമാണ് ഞാൻ ചെയ്യേണ്ടത്? ഓരോരുത്തരും പറഞ്ഞു, പെണ്ണേ, നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ രണ്ടുപേരോ അല്ലെങ്കിൽ അതിൽ ഒരാളോ ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരമുണ്ടായിരുന്നു. ആ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളുടെ ഈ പാതകം പോലും റബ്ബ് പുറത്തു തന്നിരിക്കാം. തൗബ ചെയ്യണം. ആരെയാണോ ഉപദ്രവിച്ചത് അവരെ പോയി പൊരുത്തപ്പെടിക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഒരാളോ രണ്ടാളുമില്ല. രണ്ടാളോ ഒരാളോ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു പരിഹാരം അവരിലൂടെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമായിരുന്നുവെന്ന് ഓരോ സ്വഹാബിയും മറുപടി പറഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പ്രത്യേക ഫത്വ എന്നവർക്ക് ആർക്കും കൊടുക്കാനുണ്ടായില്ല. പക്ഷെ ഈ കാര്യം എല്ലാവരും പറഞ്ഞു. ഉമ്മണ്ടോ വാപ്പുണ്ടോ? ഇല്ല, ആരുമില്ലേ? പിന്നെ എന്ത് പറയാനാ? അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമായിരുന്നു എന്ന് പറയാൻ. യാ അല്ലാഹ്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ, അവരെൻ്റെ കൊച്ചുനാളിൽ എന്നോട് റഹ്മത്ത് ചെയ്ത പോലെ. ആ ഉമ്മയോട് ഉപ്പയോട് അവരുടെ പേര് വിളിക്കാൻ പാടില്ലെന്നാണ്. ആ ഉമ്മയോട് ഉപ്പയോട് അവരെന്താണോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പറയുന്നത്, ഹലാലുകൾ പറയുന്നത്, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നോൺ നെഗോഷിയബിൾ ഫാക്ട്സ്. ഇതിലൊന്നും പിന്നെ വേറൊരു ചോദ്യം, ഡിസ്കൗണ്ട് ചോദിക്കാനില്ല. അങ്ങനത്തെ വിഷയങ്ങളാണിത്. മാതാപിതാക്കളോട് സമ്മതം പറയാതെ, ചോദിക്കാതെ ദീർഘയാത്ര പോകരുത്. എന്തിനേറെ, ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ മാതാവിനോടോ പിതാവിനോടോ അവരവിടെ ഉണ്ടെങ്കിൽ, അരികത്തുണ്ടെങ്കിൽ, ഉമ്മ ഞാൻ കിടക്കാൻ പോകുന്നു എന്ന് ഉമ്മയോടോ ഉപ്പയോടും പറയൽ നിർബന്ധമാണ്. അതൊരു അദബാണ്. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ വീടിന്റെ പുറത്തുനിന്ന് യാത്ര കഴിഞ്ഞ് കടന്നു വരികയാണെങ്കിൽ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങളും അവരും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ മക്കൾ ഒരിക്കലും ഉമ്മയുടെയോ ഉപ്പയുടെയോ മുമ്പിൽ നടക്കരുത്, ബാക്കിലാണ് നടക്കേണ്ടത്. പക്ഷെ അവർക്ക് സംരക്ഷണം കൊടുക്കാനോ മറ്റോ ഇരുട്ടാണ്, വെളിച്ചം കാണിക്കണം.
ഒരു തടസ്സമുണ്ടോ നീക്കിക്കൊടുക്കണം. അങ്ങനെയൊക്കെ മുമ്പിൽ നടക്കാം. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കാൻ പാടില്ലെന്നാണ്. അവരെ കാണുമ്പോൾ സലാം പറയണം, അവരെ കാണുമ്പോൾ സലാം പറയണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറി വരുമ്പോഴും അവരെ അഭിമുഖീകരിക്കണം, അവരോട് സലാം പറയണം. മാതാപിതാക്കളെങ്ങാനും വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ തീർച്ചയായും അവർക്ക് ഒരുപാട് സഹായം ആവശ്യമായ നേരമാണ്. അവർക്ക് കൈപിടിക്കണം, അവരോട് സോഫ്റ്റ് ആയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ പറഞ്ഞു മാ ബറ ബിഅബവൈഹി മൻ അഹദ്ദ അൻ-നദറ ഇലൈഹിമാ. കുട്ടികളെ കേൾക്കണേ, മാതാപിതാക്കളോട് കണ്ണുകൂർപ്പിച്ച് നോക്കിയവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തവനല്ല. കൂർപ്പിച്ച് പേടിപ്പിച്ച് നോക്കി കുട്ടികളുടെ നോട്ടം നോക്കുന്ന ഇങ്ങനെ ദേഷ്യം പിടിച്ചൊരു നോട്ടം. മാ ബറ ബിഅബവൈഹി മൻ അഹദ്ദ അൻ-നദറ ഇലൈഹിമാ. അഹദ്ദ അൻ-നദർ എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക. ചില കുട്ടികൾ ഇങ്ങനെ നോട്ടം നോക്കല്ലേ ദേഷ്യം പിടിച്ചാല്. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ? എല്ലാ വീട്ടിലും. ഞാൻ എൻ്റെ ചെവി പൊളിഞ്ഞു വയ്ക്കണമെന്ന് ഇന്ന് ഫ്ലൈറ്റിൽ നിന്ന് 2 സീറ്റ് അപ്പുറത്തൊരു കുട്ടി റബ്ബേ കൂക്കിയിട്ട് കരയാണ്. എന്തോ വാശി പിടിച്ച് കരയാണ്. ഫ്ലൈറ്റ് പൊന്തിയിട്ട് അരമണിക്കൂർ അവൻ്റെ കരച്ചിലാണ്. ഇറങ്ങാൻ നേരത്തെ അരമണിക്കൂറും. ഞങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു എന്ത് ശബ്ദം റബ്ബേ, ചെവി പൊട്ടുകയാണ്. ഉമ്മയും വാപ്പയും അവൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് പറയുന്നുണ്ട്, കേൾക്കുന്നേ ഇല്ല. ഒച്ചപ്പാടും ബഹളം തന്നെ. ദേഷ്യം പിടിച്ച് സീറ്റുമലൊക്കെ കയറി മറിഞ്ഞ് എയർ ഹോസ്റ്റസ് പറഞ്ഞിട്ടും കേൾക്കണില്ല, ആര് പറഞ്ഞു. ബഹളം വെച്ച കരയ തന്നെ. എനിക്കിപ്പോഴും ചെവിക്ക് വേദന. എനിക്ക് അങ്ങനെ വേദനിക്കാറൊന്നുമില്ല ശബ്ദം കേട്ടാലും, പക്ഷേ ചെവി വേദന എടുക്കുന്നുണ്ട്. അത്രക്ക് ബഹളത്തിൽ. കുട്ടികളാണ് ചിലപ്പോൾ ഒരു പക്ഷേ വല്ല അസുഖമുള്ള കുട്ടിയായിരിക്കാം, അള്ളാഹു ആലം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ചില കുട്ടികൾക്ക് വാശിയായിരിക്കും, വാശി പിടിക്കുക, പിടുത്തമുണ്ടാകും. എനിക്ക് തോന്നിയത് വാശിയാണെന്ന്. കാരണം മൊബൈൽ ഫോൺ കൈ കൊടുത്തപ്പോൾ നിന്നിട്ടുണ്ട് കരച്ചിൽ. പിന്നെ ലാൻഡ് ചെയ്യുന്ന നേരത്തെ അതൊക്കെ വാങ്ങി ബെൽറ്റ് കെട്ടെടുത്തപ്പോൾ തുടങ്ങിയതാണ്. കുട്ടികൾക്കുള്ള വിഷയം അതാണ്. അമ്മമാരെ, കുട്ടികൾക്ക് ഈ അഡിക്ഷൻ വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിക്കോളി നിയന്ത്രണം. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. 1 വയസ്സുള്ളപ്പോൾ നിയന്ത്രിച്ചോളി. തീരെ കാണിച്ചു കൊടുക്കണ്ട എന്നല്ല, ചില കാര്യങ്ങളൊക്കെ, ചില നല്ല പ്രോഗ്രാമുകളും ചില നല്ല ചിൽഡ്രൻസ് പ്ലേകളൊക്കെ ഒരുപക്ഷെ അവർക്ക് കാണാനുണ്ടാവും. പഠിക്കാൻ, ലാംഗ്വേജ് പഠിക്കാനൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്, യൂട്യൂബ് ചാനലുകളൊക്കെ. പക്ഷേ അഡിക്ഷൻ വന്നു പോകരുത്. കുട്ടികൾ അതിന് അഡിക്റ്റുകളായി പോകും. അത് വാങ്ങിക്കണം സമയബന്ധിതമായി. ഒരു ദിവസം ഓരോ അരമണിക്കൂർ വീതം 2 നേരമായി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ മാക്സിമം സ്ക്രീൻ ടൈം. അത് നിയന്ത്രിക്കണം. അതിന് ചെറുപ്പത്തിലെ മക്കളോട് ആ നിലക്ക് നമ്മൾ പെരുമാറിയാൽ അത് കിട്ടും. ഇല്ലേ വലിയ പ്രയാസമായിരിക്കും. പിന്നെ അവരതിന് വേണ്ടി അടിക്കും, കൊലപാതകം വരെ നടത്തും. ചിലപ്പോൾ ഇതൊരു അഡിക്ഷനാണ്. വാശി പിടിക്കും. പടച്ച റബ്ബ് നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അവരിൽ സൽസ്വഭാവം അല്ലാഹു കാണിച്ചു തരട്ടെ. മാതാപിതാക്കളോട് കണ്ണുകൂർപ്പിച്ച് പേടിപ്പിച്ച് നോക്കുന്നവൻ അവരോട് നന്മ ചെയ്തവനല്ലെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. യാ അല്ലാഹ്. കൈയും തലയും ചുംബിക്കണം മാതാപിതാക്കളുടെ. നേരത്തെ ഞാൻ പറഞ്ഞു അത്. ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചുപോയവരാണെങ്കിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. وقل رب ارحمهما كما ربياني صغيرا. നൂഹ് നബിയുടെ ദുആയുണ്ട്. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ. മാതാപിതാക്കൾ ഒരുപക്ഷെ ഇച്ചിരി സ്വഭാവം മോശമാണെങ്കിലും അവരോട് നമ്മൾ നന്മ ചെയ്യണമെന്ന്. മാതാപിതാക്കൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കതിന് പറയാൻ സമയമില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിപ്പോൾ 2 മിനിറ്റ് ഏറെയായി. അല്ല, 12:30 നിർത്തണല്ലേ? 28 മിനിറ്റ് ഉണ്ട്. എന്നാ പറയാം. وقل رب ارحمهما كما ربياني صغيرا. ഞാൻ 12 മണിക്ക് നിർത്താം. സലാമൊക്കെ പോയോ? 12:30 മതി. നിർത്തില്ലേ? നല്ല സമയം വിടുന്നില്ല. എന്നാ പോവാ. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات. മഹാനായ സ്വഹാബി അബൂ ബുർദ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദ്
ബുഖാരി ഇമാമിന് 2 ഹദീസിൻ്റെ കിതാബുണ്ട്. ഒന്ന് സ്വഹീഹ് ബുഖാരി, മറ്റേ അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബുണ്ട്. അതിലും സ്വഹീഹും ഹസനും പല തരത്തിലുള്ള ഹദീസുകൾ അതിലുണ്ട് എന്ന് മാത്രം. അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അബൂ ബുർദ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു അബീ യുഹദ്ദിസു, എൻ്റെ വാപ്പ ഒരു ഹദീസ് പറഞ്ഞെന്നു. ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യമനിയായ ഒരു മനുഷ്യനെ കണ്ടു കഅബം തവാഫ് ചെയ്യുന്നത്. യഹ്മിലു ഉമ്മഹു വറാഅ ളുഹ്രിഹി, ഉമ്മയെ തോളിലിരുത്തിയിട്ട് ഇങ്ങനെ ഉംറയെ. നമുക്ക് ട്രോളി ഇത് കിട്ടും, വീൽ ചെയറുകൾ കിട്ടും, അത് ഉന്തി കൊടുക്കാൻ ആളെയും കിട്ടും. ഇത് യമനിയായ ആ മനുഷ്യൻ ഉമ്മയെ തോളിലിരുത്തിയിട്ട് തവാഫ്. നമ്മൾ ഒറ്റക്ക് തവാഫ് ചെയ്യുന്നതിന് എന്തൊരു ബുദ്ധിമുട്ടാണ് ആലോചിച്ച്. അന്ന് ഈ മാർബിളൊന്നും ഇല്ലല്ലോ, ഈ കല്ലുമുള്ളൊക്കെ അല്ലേ. ഉമ്മയെ തോളിലിരുത്തിയിട്ട് തവാഫ് ചെയ്യുന്നത് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലലു, എൻ്റെ ഉമ്മാക്ക് ഇരിക്കാനുള്ള ഒട്ടകക്കട്ടിലാണ് ഞാൻ, ഒട്ടകമാണ് ഞാൻ. അയാൾ പറയാണ്, ഇന്നി അദ്അറു റികാബഹാ, ഞാൻ ഇൻ അദ്അറ റികാബുഹാ ലം അദ്അരി, ഉമ്മയുടെ ഒട്ടകക്കട്ടിൽ ആടി ഉലഞ്ഞാൽ പോലും ഞാൻ ആടി ഉലയൂല, എൻ്റെ പുറത്ത് എൻ്റെ ഉമ്മ സുരക്ഷിതയാണ്. ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. അതറാനി ജസൈതുഹാ, ആ മനുഷ്യൻ ചോദിച്ചു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ കണ്ടപ്പോൾ. അദ്ദേഹം പണ്ഡിതനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നവർ. എൻ്റെ ഉമ്മയോട് ചെയ്യേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണോ? ഇബ്നു ഉമർ തങ്ങളെ, ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ? ഉമ്മയെ തോളിലിരുത്തി ഞാൻ തവാഫ് ചെയ്യല്ലേ? എൻ്റെ ഉമ്മാനോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത ഞാൻ ചെയ്തു കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ, ലാ വലാ ബിസഫറത്തിൻ വാഹിദ, ഉമ്മാക്ക് പ്രസവവേദന വന്നപ്പോ രാത്രി തുടങ്ങി ആ പ്രസവവേദന അവസാനിക്കുന്നത് 24 മണിക്കൂറോ ഏറെയോ കഴിഞ്ഞിട്ടായിരിക്കും പ്രസവം നടക്കുന്നത് ചിലപ്പോ. അങ്ങനെ അതിനിടക്ക് മരണത്തോട് സമാനമായ വേദന എത്രയോ എൻ്റെ ഉമ്മാക്ക് വന്നു കാണും. ആ വേദനകളിൽ ഒരു വേദനക്ക് പകരം വെക്കാനുണ്ടോ? നിനക്ക് കയ്യും മെയ്യും ആരോഗ്യവും ഉണ്ടായി നിന്നെ വളർത്തിയ നിന്റെ ഉമ്മയെ തോളിൽ വെച്ച് നടന്നു എന്നതുകൊണ്ട് ആ ഉമ്മയുടെ വേദനക്ക് പകരമായോ? നീ ചെയ്തത് വലിയ ഉപകാരമാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു വല്ലാഹു യുസീബുക അലൽ ഖലീലി കസീറാ, നിങ്ങൾ ചെയ്തത് ചെറുതാണെങ്കിലും ഇതിന് അല്ലാഹു വലിയ പ്രതിഫലം നൽകട്ടെ എന്ന് മഹാനവറുകൾ പ്രാർത്ഥിച്ചു കൊടുത്തു. പക്ഷേ ഇതൊന്നും പകരായില്ല. ഉമ്മനെ ഉമ്ര കൊണ്ടുപോയാൽ പകരാവോ? ഉമ്മാക്ക് ചെയ്ത ഉപകാരം, അത് ചെയ്തത് ഉപകാരമാണ്. എന്നാലും അവിടെ ബാക്കി നിൽക്കുകയാണ് കടപ്പാടുകൾ. സുബ്ഹാനല്ലാഹ്. തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ 2 മഹാന്മാർ തവാഫ് ചെയ്യുമ്പോൾ ഇതേപോലെ ഉമ്മയെ തോളിലും വെച്ചിട്ട് വേറൊരാൾ ഇങ്ങനെ നടന്നു പോകുന്ന ചരിത്രം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മഹാന്മാരായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ അവിടെ ഉംറക്ക് വന്നതാ, പഴയ കാലത്ത് നടന്ന സംഭവം. അപ്പോൾ ഒരാളിങ്ങനെ ഉമ്മയെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ പറയാണ്, അനലാ അസാലു മത്ഇയഹാ ലാ അൻഫിറു, അനലാ അസാലു മത്ഇയഹാ ലാ അൻഫിറു വമാ ഹമലത്നി വവളഅത്നി അക്തറു ഇദാ الركابു ذعرت لا أذرع لبيك اللهم لبيك لبيك اللهم لبيك. ലബ്ബൈക്ക് ചൊല്ലിങ്ങനെ പോവാ. ഉമ്മ തോളിലുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക അന ലാ അസാലു മത്ഇയഹാ ലാ അൻഫിറു. ഇതെന്റെ ഉമ്മയുടെ സീറ്റാണ്, ഇതെന്റെ ഉമ്മയുടെ ഒട്ടകക്കട്ടിലാണ്, ഞാൻ ഓടൂല. ഒട്ടകം ചിലപ്പോൾ ഓടിക്കളയും. അപ്പോൾ മേലിരിക്കുന്ന ആൾ പ്രയാസപ്പെട്ടു. വമാ ഹമലത്നി വവളഅത്നി അക്തറു, എന്നെ വയറ്റിൽ 10 മാസമാണ് എൻ്റെ ഉമ്മ ചുമന്ന് നടന്നത്. ഞാൻ ഈ തവാഫിൽ കുറച്ചു നേരല്ലേ ഉമ്മനെ ചുമക്കുന്നുള്ളൂ. എൻ്റെ ഉമ്മ എന്നെ ചുമന്ന് നടന്നത് 9 or 10 മാസമാണ്. വവളഅത്നി അക്തറു, എൻ്റെ ഉമ്മ പ്രസവം കൊണ്ട് അനുഭവിച്ച വേദന ഇതിനേക്കാളും വലുതാണല്ലോ.
വഇദർ റികാബു ദുഇറത് ലാ അദ്റഅദ്അറൂ. വിരണ്ടോടുമ്പോൾ ഓടുന്ന മൃഗമല്ല ഞാൻ, ആടിയുലയുന്ന ഒട്ടകക്കട്ടിലല്ല ഞാൻ. എൻ്റെ ഉമ്മാക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റുന്ന ഇരിപ്പിടമാണ് എൻ്റെ തോള്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആ മഹാൻ